ഹൈടെക് സംവിധാനമടക്കമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തു കടന്നത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തോടെയാണ്. പുറത്തിറങ്ങിയാൽ തിരിച്ചറിയാതിരിക്കാൻ ഷേവിംഗ് അലർജിയാണെന്ന് പറഞ്ഞ് താടി നീട്ടി വളർത്തി. ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയായി കുറച്ചു. ബ്ലേഡ് പോലുള്ള ആയുധം സംഘടിപ്പിച്ച് ദിവസങ്ങളോളം എടുത്ത് സെല്ലിൻ്റെ കമ്പി മുറിച്ചു മാറ്റി. 7 മീറ്റർ ഉയരമുള്ള ജയിൽ കോമ്പൗണ്ട് മതിലും ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ടായിട്ടും ഇവയെല്ലാം മറികടന്ന് പുറത്തെത്തി. ജയിൽ ചാട്ടം അർദ്ധരാത്രി 1:15 ജയിൽ അധികൃതർ അറിയുന്നത് പുലർച്ചെ 5. രാവിലെ 7 പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നു. 10 മണിയോടെ ജയിലിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കിണറ്റിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് പ്രതിയെ പൊക്കിയെടുക്കുന്നു. കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന 10ാം ബ്ലോക്കിൽ നിന്നും ഗോവിന്ദച്ചാമി പുറത്തു കടക്കാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണം. എന്നാൽ അതീവ സുരക്ഷയുള്ള ഹൈടെക് സംവിധാനമുള്ള ജയിലിൽ നിന്നും എങ്ങനെ ഒറ്റക്കയ്യനായ ഒരാൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പുറത്തെത്താനാകും എന്നതാണ് ചോദ്യം. ഇതിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചുവെന്നാണ് പരിശോധിക്കേണ്ടത്. സഹതടവുകാർ മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടാവണം. നിരവധി വീഴ്ചകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ജയിൽ അധികൃതരാണ്. സെല്ലിലെ കമ്പികൾ മുറിക്കാനുള്ള ആയുധങ്ങൾ ഗോവിന്ദച്ചാമിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ജയിൽ CCTV നിരീക്ഷിക്കേണ്ടവരും പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും എവിടെയായിരുന്നു? 3 മതിലുകൾ ചാടിക്കടന്നു വേണം ഗോവിന്ദച്ചാമിക്ക് പുറത്തെത്താൻ. ഈ സമയമൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എന്ത് ചെയ്യുകയായിരുന്നു? 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നും പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി പുറത്തിറങ്ങി. ഇവിടെ വെളിച്ചമില്ലായിരുന്നു. CCTV ഉള്ളത് വരാന്തയിൽ മാത്രം. 3 മതിലുകൾ ചാടിക്കടക്കാൻ എടുത്ത 4 മണിക്കൂർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ജയിലിൽ വെള്ള വസ്ത്രങ്ങളാണ് തടവു പുള്ളികൾക്ക് നൽകുക. എന്നാൽ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി കറുത്ത ഷർട്ടും പിന്നീട് വെള്ള വസ്ത്രവും മാറിയതെങ്ങനെ? ഇയാൾക്ക് വസ്ത്രം എവിടെ നിന്ന് കിട്ടി? ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നുവെന്നും 1:10 വാർഡൻ ടോർച്ചടിച്ച് പരിശോധിച്ചപ്പോൾ ഗോവിന്ദച്ചാമി ചുവരിനോട് ചേർന്ന് പുതച്ചുമൂടി കിടന്നുറങ്ങുകയായിരുന്നുവെന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജയിൽ ചാടിയപ്പോൾ പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ തലയിണ താഴെയിട്ടുവെന്നും ഇത് മണം പിടിച്ചാണ് പോലീസ് നായ ഇയാളിലേക്ക് എത്തിയതെന്നും അധികൃതർ. ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടാണ് ചാടിയിരിക്കുന്നത്. ബാക്കി അതിനുശേഷം പുറത്തോട്ട് എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും വ്യാപകമായ അതെ, ജയിലിന്റെ അടിസ്ഥാനത്തിലുള്ള CCTV പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം പ്രത്യേകിച്ചിട്ട് കറുത്ത ഷർട്ട്, കറുത്ത പാന്റ് തുടങ്ങിയ ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ DGPയുടെ സന്ദർശനം നടക്കാനിരിക്കെയാണ് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നതും ഗൗരവം കൂട്ടുന്നു. ജയിൽ ചാടാനായി ഗോവിന്ദച്ചാമി മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല. മാസങ്ങളായി കഴിച്ചത് ചപ്പാത്തി മാത്രം. ഇതിനായി ഡോക്ടറിൽ നിന്നും പ്രത്യേക അനുമതിയും വാങ്ങി. ശരീരഭാരം പകുതിയായി കുറച്ചു. കമ്പിക്കുള്ളിലൂടെ കടക്കണമെങ്കിൽ തടിച്ച ശരീരമുള്ളയാൾക്ക് സാധിക്കില്ല. ഇതായിരുന്നു ലക്ഷ്യം. ന്യൂസ് 18 കണ്ണൂർ. ഒറ്റക്കയ്യനായ